ഹലോ ഫാമിലി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലാ ഫാമിലി വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളുടെ ചെക്കപ്പാണ്. കാരണം കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ എനിക്ക് ആ ഡോക്ടറിനെ അല്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇന്നലെ രാത്രി തന്നെ കുറേ പേർക്ക് അന്വേഷിച്ചിട്ട് ഒരു ഡോക്ടറിനെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഗൈനക്കോളജിസ്റ്റ്. പുള്ളിക്കാരി എനിക്ക് ഏകദേശം 3 വർഷത്തിന് മുന്നേ അറിയാം. കാരണം ഇതേപോലൊരു സിറ്റുവേഷൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ആ സെയിം ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ആ ഡോക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് ഡോക്ടർ പ്രീത. നമുക്ക് ഇന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. കാരണം ഇന്നലെ ഞാൻ രാത്രി ഡോക്ടറിനെ വിളിച്ചപ്പം ഇന്ന് ഈവനിങ് ആണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നത്. ഏകദേശം 5 മണിക്കാണ് വരാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏകദേശം മണി ഒരു 5:45 ആയേക്കാണ്. അപ്പം നമുക്കിനി പറ ഞാനും അമ്മയും ഏട്ടനുമായിട്ടാണ് പോകുന്നത്. നമുക്കിനി ഊബർ പിടിക്കണം. ഊബർ പിടിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, ഫയലെടുക്കണം ഗൈസ്. എനിക്ക് ഫയലെടുക്കണം. ഫയലും പിന്നെ ഞാൻ കഴിക്കുന്ന മെഡിസിൻസൊക്കെ എനിക്കൊന്ന് എടുക്കണം. ഏട്ടൻ ഫയലിട കുനിയപ്പം ഗൈസ്. ഗൈസ് ഫൈനലി എനിക്കേട്ടന് സ്വന്തമായിട്ട് ഒരു ഫയൽ വന്നിരിക്കുകയാണ് ഗൈസ്. അല്ല, എനിക്ക് നേരത്തെ ഈ സ്കൂളിലുള്ള ടൈമിലൊക്കെ എനിക്ക് സ്വന്തമായിട്ട് ഫയലുണ്ട്. ബട്ട് പ്രഗ്നൻസി ടൈമിൽ ഇതെൻ്റെ ഫയലാണ്. ഇതിൽ ഒരു കാര്യം കൂടെ എടുത്ത് വയ്ക്കണം. ഞാൻ കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ട്. ഓക്കെ, അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അമ്മ. ഇതാ ഞാൻ കഴിക്കുന്ന മെഡിസിൻസ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഫയലിനകത്ത് വയ്ക്കണം. കാരണം ഡോക്ടറിൻ്റെ അടുത്ത് പറയണമല്ലോ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഇനി ഊബർ പിടിക്കട്ടെ. ഊബർ പിടിച്ചിട്ട് നമുക്ക് കാണാം. അതുപോലെ അമ്മയും റെഡി ആവട്ടെ. അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ. എന്നെ ഏട്ടൻ ഓൾറെഡി വിളിച്ചു. ഏട്ടൻ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഇനി പെട്ടെന്ന് റെഡി ആയിട്ട് ഊബർ പിടിച്ച് നേരെ ക്ലിനിക്കിലോട്ട് പോകണം. അപ്പം നമുക്ക് ഇനി ഊബർ പിടിച്ചിട്ട് കാണാം. ഹലോ ഹലോ ഹലോ, സുഖമാണ്. പോടിയാ കെയറിങ് സിസ്റ്റർ. നീ എനിക്ക് എന്ത് വേണ്ടി ഇനി എന്തൊക്കെ പൊതുവെ എനിക്ക് അവളെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളെ ചെയ്തതാണ്. പക്ഷെ അല്ലാതെ ഞാൻ ഒരു ഗർഭിണി ആയോണ്ട് എന്തൊക്കെ ചെയ്തരും. ഗർഭിണി ഗൈസ്, ഞാൻ ഒരു ഗർഭിണിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ധരിച്ചു കണ്ടിരിക്കണമെന്നാണ് അതൊക്കെ തന്നെ എപ്പോഴും ചെയ്യുള്ളൂ. അല്ലേ, വേറൊന്നും ഞാൻ ചെയ്യേ. ഓക്കെ, അമ്മ ഇത്ര ഒരുങ്ങിയത് മതി. വാ ഗൈസ്, അമ്മ ഭയങ്കര സ്ലോ. ഞാനൊരു ഗർഭിണിയാണല്ലോ. ഗർഭിണി. വാ ഗൈസ്, ഇതാണ് അമ്മയുടെ അലമാര. ഈ അലമാരയകത്താണ് അമ്മയുടെ നിധികൾ ഇരിക്കുന്നത്. പോടിയുന്ന അമ്മയുടെ തനി സ്വഭാവം എല്ലാരും അറിഞ്ഞിട്ട്. വാ ഇല്ല, മൊബൈൽ മാറ്റൂല. ഈ അമ്മ ഭയങ്കര ലേറ്റ്. അവൻ എത്തിയാലും മിക്കവാറും അമ്മ എത്തൂല എന്നാണ് തോന്നുന്നത്. എനിക്കിന്ന് വഴക്കിട്ട്. വാ ഞാൻ ഊബർ നോക്കി. സോ ഗൈസ്, ഫൈനലി കുറെ പരിശ്രമത്തിന് ശേഷം അമ്മ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇനി 1 മിനിറ്റിനകത്ത് ഊബർ എത്തും കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. ഞാൻ വരച്ച പടം കണ്ടോ ഗൈസ്? ഇങ്ങനെ ഞാൻ വരച്ച പടമാണ്. നമ്മളെ ഫാമിലി ട്രീ ആണ് ഗൈസ്. ഫാമിലി ട്രീ. അപ്പം അമ്മ പോവാം, സമയമായി. എല്ലാരും ബിസി. ചെരുപ്പ് എടുക്കുന്ന ബിസിയില്ല. ഇതാണ് ഗൈസ് എൻ്റെ ക്ലിനിക്ക്. ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോയിൻമെന്റ് എടുക്കണം. HCG ഇംഗ്ലീഷ് ബോഡി ഉണ്ടാകുന്ന സ്മെല്ല് പ്രശ്നങ്ങൾ.
പോകുന്ന വീട്ടിൽ അങ്ങനെ ചിന്തിച്ചു അങ്ങനെ ഫൈനലി നമ്മൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടറിൻ്റെ ഞാൻ കുറേ പൊട്ടച്ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിനൊക്കെ ചിരിച്ചാണ് ഉത്തരം പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. മാളും ഉണ്ട്. ചോദിൻ്റെ അടുത്ത് ഡോക്ടർ ഈ ഡോക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ എല്ലാ പൊട്ട ചോദ്യങ്ങൾക്കും ഡോക്ടർ നല്ല രീതിയിലാണ് ഉത്തരം പറഞ്ഞത്. എന്നെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. പറഞ്ഞ കാര്യം നെക്സ്റ്റ് വീക്ക് 5th ഒന്ന് സ്കാനിങ് ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി വീണ്ടും വരാൻ വേണ്ടി പറഞ്ഞു. ആ ടൈമിൽ അവരെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ വേണ്ടി പറ്റുമോ എന്ന് പറഞ്ഞു. പിന്നെ നല്ല അപ്പിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ എന്താ സ്റ്റെയർ ചെയ്യാൻ വേണ്ടി പാടില്ല, ഒരുപാട് ജോലി ചെയ്യാൻ വേണ്ടി പാടില്ല, പിന്നെ സ്ട്രെസ് ആവാൻ വേണ്ടി പാടില്ല, കംപ്ലീറ്റ് റെസ്റ്റ്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കണം എപ്പോഴും. പിന്നെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞല്ലേ അമ്മ? വേറെ എന്തെങ്കിലും പറഞ്ഞ? വേറെ ഒന്നും പറഞ്ഞില്ലേ? അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ ഹാപ്പിയാണ് സത്യമായിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ മുഖം പ്ലച്ച് നിൽക്കണം കാണാൻ മനസ്സിലായില്ലേ? ഇന്ന് ഞാൻ ഭയങ്കര സെൻഡ് ആയിരുന്നു. അവരെന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Till then, this is Adi. Love you, take care. Bloom madi. Mamera bloom. Bloom. So guys, finally എന്താണ് എൻഡിങ് അവർ കപ്പിൾ. എന്ത് ഞാൻ ഇങ്ങനെ ആവണത്? അതെന്തങ്ങനെ? അയ്യോ ഞാൻ ചക്കമൂതാവണം. ഇത്തിരി വണ്ണം കുറയ്ക്കാൻ ഇങ്ങനെ എനിക്കും കൊതി കേട്ടോ. സോ ഫൈനലി വി ആർ എൻഡിങ് അവർ കപ്പിൾ ആനിവേഴ്സറി, കപ്പിൾ എറ ആൻഡ് എൻറ്ററിങ് ഇൻ ടു പാരന്റ്ഹുഡ്. യെസ്, പാരന്റ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളാകാൻ പോകുന്നു. അതിന്റെ ഇതാണ്. അടുത്ത വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ മാതാപിതാക്കളൊക്കെ, ഈ വട്ടം മാത്രം കപ്പിൾ. പക്ഷെ ഞാൻ എപ്പോഴും യങ് ആയിരിക്കും കേട്ടോ. എനിക്കും കൊതി പറഞ്ഞു ഗൈസ്. ഇങ്ങനെ വിളിക്കാം, ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി ആനിവേഴ്സറി ടു us. Okay. പഞ്ചസാര കേൾക്കാം. അച്ഛൻ്റെ ഒരു കുറവും കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ അച്ഛൻ വന്നില്ല. അച്ഛന് വരികയാണെങ്കിൽ ചോക്ലേറ്റ് കേക്ക് കൊടുക്കേണ്ടി വരും. ബിക്കോസ് അച്ഛന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ കട്ട് ചെയ്തതൊക്കെ. റീസൺ അച്ഛന് കഴിച്ചുകൂടാ. അച്ഛന് BP, ഷുഗർ എല്ലാം ഉണ്ട്, സ്ട്രോക്ക് എല്ലാം. അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ അച്ഛന് വേണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അച്ഛൻ നമ്മൾ കട്ട് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ബൈ.